ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, TV, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. പഴമ്പാലക്കോട് വാണിയത്തറ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലെ മാരിയമ്മൻ പൂജ ശിവരാത്രി മഹോത്സവം ഫെബ്രുവരി 23 ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 27 വ്യാഴാഴ്ച വരെ ആഘോഷിക്കും. പഴമ്പാലക്കോട് വാണിയത്തറയിൽ ഗായത്രി പുഴയരികിലെ പുണ്യപുരാതനമായ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൽ കൊല്ലം തോറും നടത്തിവരാറുള്ള മാരിയമ്മൻ പൂജ ശിവരാത്രി മഹോത്സവം അതിവിപുലമായ പരിപാടികളോടെ ഈ വർഷവും ഫെബ്രുവരി 23 ഞായറാഴ്ച മുതൽ ഫെബ്രുവരി 27 വ്യാഴാഴ്ച വരെയായി ആഘോഷിക്കും. ഉത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാരിയമ്മൻ പൂജ ശിവരാത്രി മഹോത്സവം സംഘടിപ്പിക്കുന്നത്. അതിപുരാതനമായ ഈ മാരിയമ്മ ക്ഷേത്രത്തിൽ മാരിയമ്മയാണ് പ്രധാന പ്രതിഷ്ഠ. ഉപദൈവങ്ങളായ ഗണപതി, കാമാക്ഷിയമ്മൻ, നാഗർ, കറുപ്പസ്വാമി കൂടാതെ പൂശാരി പാട്ടൻ എന്നീ കാരണവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. 23 ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് പ്രഭാത പൂജ, ഭഗവത് സേവ, ദീപാരാധന, കൂറയിടൽ എന്നിവയും നടക്കും. പ്രധാന ചടങ്ങായ ഗായത്രി പുഴയിൽ നിന്നും കുംഭം നിറയ്ക്കലും തുടർന്ന് നിവേദ്യ പൂജയും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 23 ഞായറാഴ്ച മുതൽ 27 വ്യാഴാഴ്ച വരെ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന മാരിയമ്മൻ പൂജ ശിവരാത്രി മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. വാണിയന്തര ഉത്സവ കമ്മിറ്റി കാരണവരായ PD കുമാരൻ, കൺവീനർ രാജേന്ദ്രൻ P മംഗലത്ത്, ജോയിന്റ് കൺവീനറായ CV കൃഷ്ണൻ എന്നിവർ ചേർന്ന് പഴമ്പാലക്കോട് ദേശം കാരണവർ ഗോപാലൻ മാസ്റ്റർക്ക് ബ്രോഷർ കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് മീനാക്ഷി അമ്മാൾ, രവീന്ദ്രൻ ഗുജറാത്ത് എന്നിവരിൽ നിന്നും ഉത്സവ കമ്മിറ്റി കൺവീനർ രാജേന്ദ്രൻ P മംഗലത്ത്, ജോയിന്റ് കൺവീനർ CV കൃഷ്ണൻ എന്നിവർ ചേർന്ന് ആദ്യ സംഭാവനയും ഏറ്റുവാങ്ങി. ഉത്സവ കമ്മിറ്റി കൺവീനർ രാജേന്ദ്രൻ P മംഗലത്ത് ആഘോഷ പരിപാടികളെ കുറിച്ച് സംസാരിച്ചു. മാരിയമ്മൻ ക്ഷേത്രം 300 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ്. വാണിയ സമുദായം ഉൾപ്പെടുന്ന സമുദായക്കാരാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് 2008 പ്രതിഷ്ഠ ചെയ്തു. പുതിയൊരു അമ്പലം കെട്ടി. ഈ വിധത്തിൽ കെട്ടി 2008 അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 18 വർഷം കഴിഞ്ഞു. 2019 പുനഃപ്രതിഷ്ഠയും കഴിഞ്ഞു. ഇപ്പോൾ 2025 ശിവരാത്രി ദിവസമാണ് മാരിയമ്മൻ പൂജ ഇവിടെ എല്ലാ വർഷവും നടത്താറ്. അത് ഇക്കൊല്ലവും ഭംഗിയായി നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നത്തെ നോട്ടീസ് പ്രകാശനം ചെയ്തിട്ടുള്ളത്. അത് പ്രകാശനം ചെയ്തിട്ടത് സമുദായക്കാരനവർ PT കുമാരമാമൻ എന്നാൽ ഇവിടുത്തെ ദേശക്കാരനവരായ ഗോപാലൻ മാഷിന് സമർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ നോട്ടീസ് പ്രകാശനം ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇന്ന് മുഹൂർത്തം കുറിക്കലും കൂടിയാണ്. സംഭാവന മുഹൂർത്തം കുറിക്കൽ കൂടിയാണ്. മുഹൂർത്തം കുറിക്കുന്നത് ആദ്യത്തെ മുഹൂർത്തം കുറിക്കുന്നത് രവീന്ദ്രൻ കണ്ണയമ്മാൾ. രവീന്ദ്രൻ ഗുജറാത്തിൻ്റെ അമ്മ കണ്ണയമ്മാളാണ് സംഭാവന ഫസ്റ്റ് തരുന്നത്. പിന്നെ കുമാർ സുബ്രഹ്മണ്യൻ, ബാബു, രവീന്ദ്രൻ സുബ്രഹ്മണ്യൻ, ശിവാനന്ദൻ സുബ്രഹ്മണ്യൻ മുതലായവർ, ശൈലേഷ് രാമനാഥൻ മുതലായവർ ഇന്ന് മുഹൂർത്തം കുറിക്കുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 24 തിങ്കളാഴ്ച പ്രഭാത പൂജയ്ക്ക് ശേഷം കുംഭം ഊർവലവും ഭജന, ദീപാരാധന, അത്താഴപൂജ എന്നിവയും നടക്കും. രാത്രി 8 മണിക്ക് പ്രസാദ ഊട്ടുണ്ടായിരിക്കും. 25 ചൊവ്വാഴ്ച കുംഭം ഊർവലത്തിനു ശേഷം സർവ്വ ഐശ്വര്യ വിളക്ക് പൂജ, ദീപാരാധന, ഉടുക്കുകൊട്ടുപാട്ട്, അത്താഴപൂജ, പ്രസാദ ഊട്ട് എന്നീ ചടങ്ങുകളും ഉണ്ടായിരിക്കും. ഉത്സവ കമ്മിറ്റി അംഗം P ബാലൻ തരൂർ ശിവരാത്രി ആഘോഷ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു. കാലാകാലങ്ങളായിട്ട് പഴമ്പാലക്കോട് വാണിയത്തറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ ശിവരാത്രിയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹോത്സവം. ആ മഹോത്സവം ഈ വർഷവും 26-ാം തീയതിക്കാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ശിവരാത്രി നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് 7 ദിവസം മുമ്പ് തന്നെ നമ്മൾ ഇവിടെ കൂറയിട്ട് തുടങ്ങിയിട്ട് അന്ന് തൊട്ട് 7 ദിവസം വരെ ഊരുവലം വയ്ക്കൽ, നാട്ടുകാരുടെ എല്ലാ വീടുകളിലും പോയിട്ട് കുംഭം തെണ്ടി അതിൽ നിന്ന് കിട്ടുന്ന പൈസകളും മറ്റു പൈസകളും സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മൾ ശിവരാത്രി നടത്തുന്നത്. ഇപ്പോൾ അതിനൊരു പ്രത്യേകത വന്ന് സ്പോൺസർമാരെ കണ്ടെത്തി അവരിൽ നിന്നുള്ള കിട്ടുന്ന പൈസകളും കൂടെ കൂടുതൽ കിട്ടുന്നത് കൊണ്ടും അതിനുള്ള ദൈവത്തിൻ്റെ ഐശ്വര്യം ഞങ്ങൾക്ക് ചൊരിയുന്നത് കൊണ്ടും ഞങ്ങൾ ആ പൈസകളെല്ലാം കൂട്ടി വലിയൊരു മഹോത്സവമാക്കി മാറ്റുന്നതിൻ്റെ
ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് തന്നെ നമ്മൾക്ക് ഒരു കരകാട്ടം ഉണ്ടാവും. പിന്നെ അതൊരു ലൈഫ് ടാബ്ലോ ഉണ്ടാവും. അത് മംഗലത്ത് മണികുമാരൻ പാർട്ടിയാണ് നടത്തുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ സത്യകുംഭം ഗായത്രി പുഴയിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് രാത്രി 12 മണിക്ക് ശേഷം ഊരുവലം വെച്ചുകൊണ്ട് രാവിലെ ഇവിടെ എത്തി അമ്പലത്തെത്തി പൊങ്കൽ പൂജ മാവിളക്ക് പൂജ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പൊങ്കൽ പൂജയും കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്ക് ശേഷം മഞ്ഞനീരാട്ടവും കൂടെ കഴിഞ്ഞ് ഈ സംരംഭത്തിൻ്റെ സമാപനം കുറിക്കുകയായിരിക്കും. നടയടയ്ക്കുന്നത് അന്ന് തന്നെയായിരിക്കും. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നട തുറക്കുക. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവിക പൂജയും വാണിജ്യ സമുദായത്തിൻ്റെ ഐതിഹ്യപ്രകാരമുള്ള പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഫെബ്രുവരി 26 ബുധനാഴ്ച ശിവരാത്രി ദിവസം ഗണപതി ഹോമത്തിനു ശേഷം വിശേഷാൽ പൂജകളെ തുടർന്ന് മംഗളവാദ്യം, നാദസ്വരം, ദീപാരാധന, പുഷ്പാഭിഷേകം, ഉടുകുകൊട്ടുപാട്ട് എന്നിവയും നടക്കും. രാത്രി 8:30 കരക്കാട്ടവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 26 വ്യാഴാഴ്ച സത്യകുംഭം നിറയ്ക്കൽ, ലൈവ് ഡാംബ്ലോ, കുംഭം എഴുന്നള്ളിപ്പ്, മഞ്ഞൾ നീരാട്ട്, തമ്പോലം എന്നിവയോടുകൂടിയാണ് മാരിയമ്മൻ പൂജ ശിവരാത്രി ആഘോഷ പരിപാടികൾക്ക് സമാപനമാകുന്നത്. ഉത്സവ കമ്മിറ്റി ജോയിന്റ് കൺവീനർ CV കൃഷ്ണൻ മാരിയമ്മൻ പൂജ ശിവരാത്രി മഹോത്സവ പരിപാടികളെ കുറിച്ച് വിശദമാക്കി. ക്ഷേത്രത്തിൻ്റെ ഒട്ടനവധി ഐതിഹ്യങ്ങളെല്ലാം ക്ഷേത്രത്തിനുണ്ട്. ഈ മാരിയൻകോവിൽ പുരാതനമായ ഈ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഈ വണിയ സമുദായത്തിൽപ്പെട്ട കുറേ കാരണവന്മാരും ഗുരുക്കന്മാരെല്ലാവരും കൂടിയാണ് ഇവിടെ ഈ മാരിയമ്മേനെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് ആരാധിച്ച് പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആരാധനയും മറ്റു കാര്യങ്ങളെല്ലാം പിന്നീടുള്ള തലമുറകൾ അത് ഏറ്റെടുത്ത് വളരെ ഭംഗിയായി നല്ല രീതിയിൽ നാളിതുവരെ അത് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. മേലിലും അത്തരത്തിൽ നടത്തിക്കൊണ്ടു പോകണം എന്ന് തന്നെയാണ് ഈ ഗ്രാമവാസികളായിട്ടുള്ള എല്ലാവരും ഈ തട്ടകത്തു നിന്ന് പുറത്തു പോയി ജീവിക്കുന്നവരും ഇതിനകത്തുള്ളവരും എല്ലാം തന്നെ ചിന്തിക്കുന്നതും വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഉത്സവത്തിൻ്റെ നോട്ടീസ് പ്രകാശനം നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ തുടക്കം എന്ന് പറയുന്നത് 23-ാം തീയതിയാണ് ക്ഷേത്രത്തിലെ കൂറയിടൽ നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് ആണ് എല്ലാ വിശേഷങ്ങളും ഓരോന്നായിട്ട് നടത്തിക്കൊണ്ടുവരുന്നത്. വിശേഷാൽ പൂജകളുണ്ടാവും, ലക്ഷാർച്ചനകളുണ്ടാവും, അതേപോലെ തന്നെ എല്ലാ പരിപാടികളും. അത് 26-ാം തീയതിയോടുകൂടി ഈ മഞ്ഞനീരാട്ടം സമാപനത്തോടുകൂടി, വൈകുന്നേരം നടക്കുന്ന മഞ്ഞനീരാട്ടം സമാപനത്തിനോടുകൂടിയാണ് അതിനെ ഇത് അവസാനം മീൻസ് ഒരു പൂർണ്ണത വരുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ്. ദേവിയുടെ എല്ലാവിധ കടാക്ഷങ്ങളും ഈ ഊരിലും ഇവിടുന്ന് വിട്ടുപോയിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കണമെന്നാണ് ഇവിടെ അത് ചെയ്യുന്നത്. CCV ന്യൂസ്, തിരുവല്ലാമല.